നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ 2002 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ജേതാക്കളായി. ഫൈനൽ ദിവസവും റിസർവ് ഡേയിലും മഴ തകർത്തു പെയ്തതോടെ ഫൈനൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതോടെ സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമും സനത് ജയസൂര്യയുടെ നേതൃത്വത്തിലുള്ള ശ്രീലങ്കയും സംയുക്ത ജേതാക്കളായി. 2007 ഏകദിന ലോകകപ്പിലെ മോശം പ്രകടനത്തിന് ശേഷം നടന്ന പ്രഥമ T20 ലോകകപ്പ് BCCI പുതിയ നായകൻ MS ധോണിയുടെ കീഴിലുള്ള ടീമിനെ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പ്രഥമ ICC T20 ലോകകപ്പിനായി അയച്ചു. വീണ്ടും ആരും ഇന്ത്യക്ക് വലിയ സാധ്യതകളൊന്നും കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ ധോണിയും കൂട്ടരും ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യക്ക് പ്രഥമ T20 ലോകകപ്പ് സമ്മാനിച്ചു. രണ്ടാം ഏകദിന ലോകകപ്പ് സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പിന് വേണ്ടി വന്നത് 28 വർഷങ്ങളാണ്. 2011 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ആഹ്ലാദഭരിതരായ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇന്ത്യ വീണ്ടും ഏകദിന ലോകകപ്പ് ഉയർത്തി.